ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവസ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട് കൂടി വന്നിരിക്കുന്ന ദൈവജനത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. ഇത് തന്നെ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറയുന്നത്. ഈ ആത്മാവിനെ ഈ തലമുറയിൽ എങ്ങനെ പ്രാപിക്കാം? കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ആസന്നമായിരിക്കുന്നതായ ഈ കാലഘട്ടത്തിൽ നമുക്ക് അനിവാര്യമായിരിക്കുന്ന കാര്യം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നുള്ളതാണ്. അതിന് നാം എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിൽ നിന്ന് ഏറെ അകന്നുപോയ കാലമായിരുന്നു യെശയ്യാ പ്രവാചകൻ്റെ കാലം. അന്ന് യെശയ്യാ പ്രവാചകനിലൂടെ ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്ത് ഒരരുളപ്പാടുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായം 6-ാമത്തെ വാക്യം: അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. അത് ഇസ്രായേൽ ജനം സ്വതന്ത്രരാകണമെങ്കിൽ, അവരെ ദൈവത്തെ പ്രസാരിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കണമെങ്കിൽ അവർ ഉപവാസം പ്രസിദ്ധമാക്കുവാനെന്ന് പ്രവാചകനിലൂടെ ദൈവം ഇസ്രായേലിനോട് പറഞ്ഞു. ആ ഉപവാസം എന്താണ്? ഉപവാസം അതാണ് നാം വായിച്ചു കേട്ടത്. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. സഹോദരീ സഹോദരങ്ങളെ, അന്യായ ബന്ധനങ്ങളെ അഴിക്കണം. യാക്കോബ് യബ്ബോക്ക് കടയിൽ വെച്ച് അവൻ്റെ അന്യായ ബന്ധനം അഴിച്ചു. സ്തോത്രം. ഇനി നമുക്കും അന്യായ ബന്ധനങ്ങളെ അഴിക്കാം. അന്ന് ദൈവജനത്തിന് വന്നതായ അന്യായ ബന്ധനങ്ങൾ പെന്തിക്കോസ്ത് നാളിൽ സെഹിയോൻ മാളികയിൽ അഴിഞ്ഞു. അവിടെ നാവുകളുടെ കെട്ടുകൾ അഴിഞ്ഞു. അവരുടെ അവിശ്വാസം ദൈവം മാറ്റിക്കൊടുത്തു. അവരെ വിശ്വാസ സ്ഥിരതയുള്ളവരാക്കി മാറ്റി. അതുവരെയും ചഞ്ചലഹൃദയരായിരുന്നവർ, അവിശ്വാസികളായിരുന്നവർ, സ്ഥാനമോഹികളായിരുന്നവർ, ഈ ലോകത്തിലെ അനേക പാപങ്ങൾക്ക് അടിമകളായിരുന്നവർ, അവരെല്ലാം പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു. അങ്ങനെ വളരെ വ്യക്തമായി വായിക്കുന്നുണ്ട്. ഈ അനുഭവത്തിലേക്ക് നാം വരേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ് പാപിയെ തേടിയായിരുന്നു എങ്കിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വിശുദ്ധന്മാരെ തേടിയാണ്. സ്തോത്രം. ക്രിസ്തു എന്ന ഏകപുരുഷൻ്റെ നിർമ്മല കന്യകയെ തേടിയാണ്. ആ നിർമ്മല കന്യകയായി മാറാൻ ഒന്നേ പോംവഴിയുള്ളൂ: പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, പരിശുദ്ധാത്മാവിനാൽ നിറയുക, ആത്മ സ്വഭാവമുള്ളവരായി മാറുക, ദൈവത്തിൻ്റെ സ്വരൂപവും ദൈവത്തിൻ്റെ സാദൃശ്യവും പ്രാപിക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും പ്രാപിച്ചാൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ആ കാഹളനാദം കേൾക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ തേജസ്സും പ്രാപിക്കും. അവനെ കാണുന്ന മാത്രയിൽ നാം അവനോട് സദൃശരായി തീരും. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ വൃത്തിയായിട്ട് പറയുന്നുണ്ട്: പ്രിയപ്പെട്ടവർ, ഇത് നാം പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ നിർമ്മല മണവാട്ടിയായിട്ട് വേണം കൂടുന്നു പറന്നു ഉയരാൻ. അതിൻ്റെ പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കണം. ആ ആത്മാവ് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണോ? എന്താണ് പോംവഴി? ഒരു ഉപവാസം പ്രസിദ്ധമാക്കുകയും. ആർക്കെല്ലാം ആഗ്രഹമുണ്ട്? അതിനെക്കുറിച്ചാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 6-ാം വാക്യങ്ങൾ വായിക്കുന്നത്. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. പ്രിയപ്പെട്ടവർ, നാം വരുത്തി വെച്ചതായ ബന്ധനങ്ങളെ നാം അഴിച്ചേ വരികയുള്ളൂ. യാക്കോബിന് യബ്ബോക്ക് കടവിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടിയേ പറ്റൂ. അവൻ ദൈവത്തോട് പറയുന്നുണ്ട്: നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ എന്നെ വിടുകയില്ല. എന്നാൽ വളരെ വ്യക്തമായി നിങ്ങളോട് പറയാം, അന്ന് യേശുക്രിസ്തുവായിട്ട് വെളിപ്പെടാത്തതായ ദൈവദൂതൻ തൃത്വത്തിൽ രണ്ടാമനായ പുത്രനായ ദൈവമാണ്. തൃത്വത്തിൽ രണ്ടാമനായ പുത്രനായ ദൈവത്തിന് പോലും അവൻ്റെ അന്യായ ബന്ധനങ്ങളെ അഴിക്കാൻ, അവന് പരിശുദ്ധാത്മാവിനെ കൊടുക്കാൻ, അവൻ അനുഗ്രഹം കൊടുക്കണമെങ്കിൽ അവൻ്റെ ബന്ധനങ്ങൾ അവൻ അഴിച്ചേ മതിയാവൂ. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടുകയില്ല എന്ന് പറഞ്ഞ ദൂതന് ഇറക്കം പിടിക്കുമ്പോൾ ദൂതൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: നിൻ്റെ പേരെന്ത്? 20 വർഷങ്ങൾക്ക് മുൻപ് അപ്പനെ കബളിപ്പിച്ച് ഞാൻ നിൻ്റെ മൂത്ത മകനായ ഏശാവേ എന്ന് പറഞ്ഞ് അനുഗ്രഹം പേടിച്ചുകൊണ്ട് പോകുന്നവനാണ് നീ. അന്യായ ബന്ധനം നിൻ്റെ മേലുണ്ട്. ഈ ബന്ധനം അഴിയാതെ നിന്നെ അനുഗ്രഹിക്കാൻ സാധ്യമല്ല. നിൻ്റെ പേരെന്ത്? മുടന്തനായ യാക്കോബ് പറഞ്ഞു: എൻ്റെ പേര് യാക്കോബ്. സ്തോത്രം. ബന്ധനം അഴിഞ്ഞു. പ്രിയപ്പെട്ടവർ, ബന്ധനം അഴിയാതെ അനുഗ്രഹം കിട്ടുകയില്ല. അന്യായ ബന്ധനങ്ങളെ അഴിയാതെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ സാധ്യമല്ല. സ്തോത്രം.
നിങ്ങൾക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു സ്നേഹിച്ച ശിഷ്യൻ, കർത്താവ് കൂടെ കൊണ്ടുനടന്ന ശിഷ്യൻ ശീമോൻ പത്രോസ്, അവസാനം യേശുവിനെ മഹാപുരോഹിതൻ്റെ അരമനയിൽ കൊണ്ടുപോയി കെട്ടിയിട്ടിരിക്കുമ്പോൾ 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞു ശീമോൻ പത്രോസ്. ബറിയോനാ ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്വനായ എൻ്റെ പിതാവ് എത്രയോ നിനക്ക് വെളിപ്പെടുത്തി തന്നതെന്ന് കർത്താവ് അവൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞതാണ്. സ്വർഗരാജ്യത്തിന് താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, കർത്താവ് പറഞ്ഞതാണ്. എന്നാൽ ആ ശീമോൻ പത്രോസ് പ്രതികൂലം വന്നപ്പോൾ യേശുവിനെ യഹൂദന്മാർ പിടിച്ചു കെട്ടി മഹാപുരോഹിതൻ്റെ അരമനയിൽ കൊണ്ടുപോയി അവിടെ കെട്ടിയിട്ടിരുന്നപ്പോൾ പ്രാണഭയത്തോടെ ശീമോൻ പത്രോസ് 3 പ്രാവശ്യം അവനെ തള്ളിപ്പറഞ്ഞു, ഞാനിവനെ അറിയുന്നില്ല. ആ ബന്ധനം അഴിഞ്ഞേ മതിയാകൂ. കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശീമോൻ പത്രോസിൻ്റെ ബന്ധനം അഴിക്കാനുണ്ട് പിന്നാലെ നടക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായം നിങ്ങൾക്കറിയാം. ശീമോൻ പത്രോസ് മറ്റ്6 ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് പഴയ തൊഴിലിന് വീണ്ടും ഇറങ്ങിപ്പോയി. ഗലീല കടലിലേക്ക് മീൻ പിടിക്കാൻ പോയി. ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു പോയി. ഞങ്ങളും പോരുന്നു എന്ന് പറഞ്ഞ 6 പേരും കൂടെ പോയി. ഓർത്തോണം, ഒരാൾ പിന്മാറിയാൽ പലരും പിന്മാറിപ്പോവും. സ്തോത്രം. ഞാൻ വിശദീകരിക്കാൻ സമയം എടുക്കുന്നില്ല. ആ ശീമോൻ പത്രോസിനെ തേടി കർത്താവായ യേശു ക്രിസ്തു തിബരിയാസ് കടൽക്കരയിൽ നിൽക്കുകയാണ്. നേരം വിളിക്കുന്നവരെ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. യേശുവിനെ കൂടാതെ യേശുവിനോട് പറഞ്ഞ സമർപ്പണത്തിൽ നിന്ന് പിന്മാറി, ദൈവത്തിലെ നീ എത്ര അധ്വാനിച്ചാൽ നിനക്കൊന്നും കിട്ടുകയില്ല. ജീവനം പരിശോധിച്ച് നോക്കൂ. ദൈവമില്ലാതെ എന്തെല്ലാം ചെയ്തു നോക്കി, എല്ലാം കഷ്ടമല്ലേ, എല്ലാം നഷ്ടമല്ലേ, എല്ലായിടത്തും തകർച്ചയല്ലേ, ജീവിതം പരാജയമല്ലേ, ഹൃദയത്തിൽ സന്തോഷമോ സമാധാനമോ ഉണ്ടോ? എന്തുകൊണ്ട്? ദൈവം ജീവിതത്തിലില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭവനത്തിലില്ല, അതിൻ്റെ കൂട്ടായ്മയിലില്ല, അതിൻ്റെ പ്രാർത്ഥനാ മുറിയിലില്ല. സ്തോത്രം. ശീമോൻ പത്രോസിനോട് ചോദിച്ചു, പറയാനാ ശീമോനെ, നീ വളരെയധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവ് എനിക്ക് എന്നോട് പ്രിയമുണ്ട്. ഒരു ബന്ധനം കഴിഞ്ഞു. വീണ്ടും കർത്താവ് ചോദിച്ചു, ബറിയോനാ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവേ, എനിക്ക് എന്നോട് പ്രിയമുണ്ട്. 2ാമത്തെ ബന്ധനം കഴിഞ്ഞു. കർത്താവ് 3ാമത് വീണ്ടും ചോദിച്ചു, ബറിയോനാ ശീമോനെ, നിനക്കെന്നോട് പ്രിയമുണ്ടോ? 3ാമത് എന്നോട് പ്രിയമുണ്ടോ എന്ന് കർത്താവ് ചോദിക്കിയാൽ ശീമോൻ പത്രോസ് പൊട്ടിക്കരഞ്ഞു. കർത്താവേ, എനിക്ക് എന്നോട് പ്രിയമുണ്ട്, നീ അറിയുന്നുവല്ലോ. 3ാമത്തെ ബന്ധനം കഴിഞ്ഞു. സ്തോത്രം. ദൈവക്കളെ, ഈ മർമ്മം നിങ്ങൾ അറിയുമോ? ഈ 3 ബന്ധനങ്ങൾ മേടിച്ചു. തൻ്റെ ആടുകളെ മേയ്ക്കുവാൻ, പാലിക്കുവാൻ കർത്താവ് ശീമോൻ പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തി. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവക്കാരെല്ലാം യഥാസ്ഥാനപ്പെടണം. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. എങ്ങനെ അഴിയും? ഉപവാസം പ്രസിദ്ധമാക്കുവിൻ. എല്ലാവരെയും കൂട്ടിവരുത്തുവിൻ. കുടുംബമടച്ചുള്ള ഉപവാസം. സ്തോത്രം. ഒരു കാലത്ത് അത് ഉണ്ടായിരുന്നല്ലോ പ്രിയപ്പെട്ടവർ. നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ ഉപവാസം എടുത്തിട്ടില്ലേ? കുടുംബമായിട്ടിരുന്നിട്ടില്ലേ? ഇന്നതെല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ? ശത്രു സന്തോഷിക്കുകയല്ലേ? കർത്താവായ യേശു ക്രിസ്തു നിന്നെ നോക്കി കരയുകയല്ലേ? ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അന്യായ ബന്ധനങ്ങളെ നമുക്ക് അഴിക്കാം. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക. നുകത്തിൻ്റെ അമിക്കയറുകൾ, പാപത്തിൻ്റെ കയറുകൊണ്ട് സാത്താൻ നമ്മളെ ബന്ധിച്ചിരിക്കുകയാണ്. ഓരോ പാപം ചെയ്യുമ്പോഴും അവൻ ആ പാപത്തിൻ്റെ അമിക്കയറ് കൊണ്ട് നമ്മെ വീണ്ടും വീണ്ടും അമിക്കുകയാണ്, കെട്ടുകയാണ്. സ്തോത്രം. നമുക്കറിയാം, ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ 6000 ഭൂതങ്ങൾ ബാധിച്ചു. ഈ 6000 ഭൂതവും കൂടെ ഒന്നിച്ചു വന്ന് കയറിയതല്ല. അവൻ ഓരോ പാപം ചെയ്യുമ്പോഴും അതിൻ്റെ മേലെ അവകാശം പറഞ്ഞുകൊണ്ട് ഓരോ ഭൂതമകത്ത് കയറും. 6000 ഭൂതങ്ങൾ, ലഗിയോൻ. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു വാക്കിൻ്റെ മുൻപിൽ ലഗിയോൻ നിൽക്കാനൊക്കെ ഇല്ല. ആ മനുഷ്യൻ വിട്ട് ഇറങ്ങിപ്പോകുക എന്ന് കർത്താവായ യേശു ക്രിസ്തു കൽപ്പിച്ചാൽ പോയേ പറ്റൂ. കാരണം സാത്താനും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയായ മാലാഖയാണ് സാത്താനായി മാറിയത്. അവൻ സൃഷ്ടിയായതുകൊണ്ട് അവൻ അനുസരിച്ചേ മതിയാവൂ.
പ്രിയപ്പെട്ടവരെ, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമിക്കേറുകളെ അഴിക്കുക. അന്യായ ബന്ധനങ്ങളുണ്ടോ, സാത്താൻ ഒരു നുകത്തോട് ചേർത്ത് നിന്നെ അമിച്ചിരിക്കുകയാണ്. ആ മൃഗത്തിന് എത്ര അധ്വാനിച്ചാലും ആ നുകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒക്കുകയില്ല. അത്ര ബലവത്താണ് ആ അമിക്കയറ്. പാപത്തിൻ്റെ കയറ്, സാത്താൻ ബന്ധിച്ചിരിക്കുന്നതായ കയറ്. ആ കയറ് മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. സ്തോത്രം. നമുക്കറിയാം ശിംശോൻ്റെ കാര്യം. ഫിലിസ്ത്യരുടെ കൈകൾ കെട്ടി, പക്ഷെ ഒരു ചണനൂല് പോലെ അത് പൊട്ടിപ്പോയി പരിശുദ്ധാത്മാവ് വരുമ്പോൾ. സ്തോത്രം. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ആത്മാവ് വന്നാൽ ബന്ധനങ്ങൾ അഴിയും. ആരെല്ലാം ഇപ്പോൾ ക്രൂശിൻ ചുവട്ടിലേക്ക് വരുന്നുണ്ട്? നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കണ്ട. എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തിയ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ ചുവട്ടിൽ ഞാൻ വരുന്നു. എനിക്ക് ആശ്രയിക്കാൻ രണ്ടാമത് വേറൊരിടമില്ല. ആ ക്രൂശിൻ ചുവട്ടിൽ ആർക്കും ചെല്ലാം, ഏത് പാപിക്കും ചെല്ലാം, എത്ര കഠോര പാപം ചെയ്തവരും ചെല്ലാം, ഇപ്പോഴും വരാം. യേശു ക്രിസ്തുവിനെ ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട്. അവന് സ്നേഹം മാത്രമല്ലേ ഉള്ളൂ. അവൻ മനസ്സരിയുള്ള ദൈവമല്ലേ, പുരുഷാരത്തെ കണ്ട് മനസ്സരിഞ്ഞവനായ ദൈവം. ഇന്ന് നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ സഹതാപത്തോടെ നോക്കുന്നുണ്ട്, മനസ്സലിവോടെ നോക്കുന്നുണ്ട്. ആ ക്രൂശിൻ ചൂട്ടിലേക്ക് നിങ്ങൾ ആരെല്ലാം ചെല്ലും? ആരെല്ലാം കർത്താവോട് പറയും, കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, എന്നെ കഴുകണത്. കർത്താവെ ബന്ധനങ്ങളെ അഴിക്കണത്. എന്നെ കൊണ്ട് അഴിക്കാൻ സാധ്യമല്ല. നല്ലൊരു കാര്യം എനിക്കറിയാം, മനുഷ്യർക്ക് അസാധ്യമായൊരു ദൈവത്താൽ സാധ്യമാണ്. ഞാൻ നിൻ്റെ അരികിലേക്ക് വരുന്നു, എന്നെ കഴുകണമേ. ശത്രുവിന് സകല ബന്ധനങ്ങളെയും എൻ്റെ ഇത് മാറ്റണമേ. പറഞ്ഞാലും ആക്കുകയില്ലേ? ശീമോൻ പത്രോസിൻ്റെ ബന്ധനമഴിച്ചവനെ കർത്താവിൻ്റെ വേല ചെയ്യാനാക്കിയവനായ കർത്താവായ യേശു ക്രിസ്തു ജീവിക്കുന്നില്ലേ? അതേ ശീമോൻ പത്രോസ് പെന്തിക്കോസ്ത് നാളിൽ സഹിയോൻ മാളികയിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്, നീ ദൈവം തന്നതായ വാഗ്ദത്തമാണിത്. അന്ത്യകാലത്ത് ഞാൻ സർവ്വജഡത്തിനു മേലും എൻ്റെ ആത്മാവിനെ പകരാമെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അത് വിശ്വസിക്കാൻ ആരെല്ലാം ഉണ്ട്? നമുക്ക് പ്രാപിക്കാം. എന്ത് ചെയ്യണം? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമിക്കേറുകളെ അഴിക്കുക. പ്രിയപ്പെട്ടവർ, യേശുവിൻ്റെ തിരുരക്തം തൊട്ടാൽ ബന്ധനങ്ങൾ അഴിയും, നുകത്തിൻ്റെ അമിക്കേറുകൾ പൊട്ടും, ലഗിയോന് സ്വതന്ത്രനാകും. അലറിക്കൂകി നടന്നവൻ, വസ്ത്രം ധരിക്കാതെ നഗ്നനായി നടന്നവൻ, ശവക്കല്ലറകളിൽ കിടന്നുറങ്ങിയവൻ, നാട്ടുകാർക്കും വീട്ടുകാർക്കും ഭീഷണിയായി ഭയപ്പെടുത്തുന്നവനായി നടന്നവൻ, സുബോധം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവൻ കർത്താവിൻ്റെ കാൽക്കൽ വന്നിരുന്നു. കരദേശം ഒന്ന് കർത്താവ് പോരാൻ നോക്കുമ്പോൾ അവൻ ചോദിച്ചു, കർത്താവേ, ഞാൻ നിൻ്റെ പിന്നാലെ വന്നോട്ടെ. ആള് മാറി. സ്തോത്രം. ആള് മാറും. ഇന്നാള് മാറും. ഇല്ല, നിങ്ങൾ നിങ്ങളുടെ ഹൃദയം കർത്താവിന് കൊടുത്താൽ മാറും. തിരുരക്തത്തിൽ ആശ്രയിക്കാമോ? ക്രൂശിൻ ചുവട്ടിൽ വരാമോ? എൻ്റെ പാപത്തിൻ്റെ പരിഹാരം ഈ ക്രൂശിൻ ചുവട്ടിലുണ്ടോ നിങ്ങൾക്ക് വിശ്വസിക്കാമോ? അവൻ്റെ രക്തം നിങ്ങളെ വിടുവിക്കും, വീണ്ടെടുക്കും. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമിക്കേറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക. പ്രിയപ്പെട്ടവർ, ഇന്ന് പീഡിതരുണ്ട്, ബന്ധനത്തിലായവരുണ്ട്, രക്ഷപ്പെടാൻ കഴിയാത്തവരുണ്ട്, നിൻ്റെ പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ അരിക്കിലേക്ക് ചെന്ന് അവരുടെ അന്യായ ബന്ധനങ്ങളെ നീ അഴിക്കണം. അതിനാണ് ദൈവം നിൻ്റെ ബന്ധനം അഴിക്കുന്നത്. സ്തോത്രം. എത്രയെത്ര ആത്മാക്കൾ ഇത് ഞെളിവിരിക്കൊള്ളുന്നു. രക്ഷപ്പെടുവാനുള്ള വഴിയറിയാൻ പാടില്ലാതെ ഇന്ന് അനേകർ കേഴുന്നു, അനേകർ തകർന്നടിഞ്ഞു കിടക്കുന്നു. നീ ഒരാൾ ചെന്ന് പറയണം. പ്രിയപ്പെട്ടവര്, അതാണ് രക്ഷയുടെ മർമ്മം. അതാണ് ഇസ്രായേൽ ജനം ദൈവത്തോട് മത്സരിച്ചപ്പോൾ അവർക്ക് ദൈവം കൊടുത്തതായ മന്ന ഇത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് മിസ്രയീമിൽ ചിറ്റുള്ളി, കിഴങ്ങ്, ഫറവോൻ തന്നതായ ഇറച്ചി, അതൊക്കെ ഞങ്ങൾക്ക് മതി. ആ ഇറച്ചിക്കരങ്ങളുടെ അരിയിൽ നിന്ന് ഞങ്ങൾ മരിയാവോളം തിന്നവരാണ്. ഇസ്രായേൽ ജനം ദൈവത്തെ അതിവേദനപ്പെടുത്തിയപ്പോൾ സംഭവിച്ചെന്താണെന്നറിയാമോ? കൃപയുടെ വലയം പൊളിഞ്ഞുപോയി. ആ മരുഭൂമി
അഗ്നിസർപ്പങ്ങളും തേളുകളുമുള്ള മരുഭൂമി. ഇതുവരെയും അഗ്നിസർപ്പങ്ങൾ അവരെ തൊടാഞ്ഞതവർ കൃപയുടെ വലയത്തിലായിരുന്നു. ദൈവിക സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കൃപയുടെ വലയത്തിലായിരുന്നവർ. പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും ജനത്തെ ദൈവം നടത്തിയതായിരുന്നു. പ്രിയപ്പെട്ടവർ, എന്നാൽ അവർ മന്ന ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ, ഞങ്ങൾക്ക് മിസ്രയീമിലെ ജീവിതം മതി എന്നവർ പറഞ്ഞപ്പോൾ കൃപയുടെ വലയം പൊളിഞ്ഞുപോയി. അഗ്നിസർപ്പങ്ങൾ അവരുടെ കൂടാരങ്ങളിലേക്ക് കടന്നു. അനേകരെ കടിച്ചു, അനേകർ മരിച്ചു. ഇന്നും അനേക ഭവനങ്ങളിൽ അഗ്നിസർപ്പം കടിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മീകമായി അനേകർ മരിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമേ, നീ ഒന്ന് കണ്ണ് തുറക്കുമോ? സത്യം തിരിച്ചറിയുമോ? നീ ഒരാൾ അഗ്നിസർപ്പത്തിലേക്ക് നോക്കി, പിച്ചള കൊണ്ടുള്ളതായ ആ സർപ്പത്തിലേക്ക് നോക്കി രക്ഷപ്പെട്ടിട്ട് നീ വേണം ചെന്ന് അനേകരെ ഉയർത്താൻ, അനേകരെ രക്ഷിക്കാൻ. സ്തോത്രം. ദൈവം മോശയിൽ കൂടെ തന്നെ കൽപ്പന കൊടുത്തതല്ലേ, നിങ്ങൾ മേലാകാശത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് താഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമയെ ഉണ്ടാക്കരുത്, വണങ്ങരുത്, നമസ്കരിക്കരുതെന്ന് കൽപ്പന കൊടുത്തതല്ലേ? ന്യായപ്രമാണത്തിലെ 1-ാമത്തെ കൽപ്പനയല്ലേ? എന്നാൽ അതേ ദൈവം തന്നെ മോശയോട് പറഞ്ഞു, നീ പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി സമഭൂമിയിൽ ഉയർത്തി നാട്ടുക, അതിലേക്ക് ആര് നോക്കിയാലും രക്ഷപ്പെടും. ചോദ്യം ചെയ്തവരെല്ലാം മരിച്ചു. മറക്കരുത്, ഇത് ന്യായപ്രമാണ ലംഘനമല്ലേ? ഇത് 10 കൽപ്പനയുടെ 1-ാമത്തെ കൽപ്പനയുടെ ലംഘനമല്ലേ? ഞാൻ നോക്കുകയില്ല എന്ന് ആരെല്ലാം പറഞ്ഞു? അവരെല്ലാം മരിച്ചു. സ്തോത്രം. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. ആ ക്രിസ്തുവിലേക്ക് ഇപ്പോൾ നിങ്ങൾ നോക്കുമോ? ആ ക്രൂശിലേക്ക് നിങ്ങൾ നോക്കുമോ? ആ തിരുരക്തത്തെ നിങ്ങൾ ആശ്രയിക്കുമോ? പ്രിയപ്പെട്ടവരെ, യേശുവിനെ തന്നെ മോചിക്കാൻ കഴിയാത്ത ഏതെങ്കിലും പാവം ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. എങ്കിലും അടുത്ത് വരാം. ഏത് പാപിക്കും അടുത്ത് വരാം. ബന്ധനങ്ങളെ എഴിയും. പ്രിയപ്പെട്ടവരെ, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക. നീ സ്വതന്ത്രനായിട്ട് വേണ്ടേ മരിക്കാൻ കിടക്കുന്ന അനേക പാളയങ്ങളിലേക്ക് ഓടിച്ചിട്ട് അവരെ വീണ്ടെടുക്കാൻ? അവരോട് പറയാൻ, സഹോദര, ഞാൻ നിന്നെപ്പോലെ തന്നെ കിടന്നവനാണ് മരിക്കാൻ. ഞാൻ ഒന്നേ ചെയ്തു, ഞാൻ അങ്ങോട്ട് നോക്കി, ഞാൻ സർപ്പത്തിലേക്ക് നോക്കി, പിച്ചള സർപ്പത്തിലേക്ക് നോക്കി, ഞാൻ രക്ഷപ്പെട്ടു. നീ രക്ഷപ്പെട്ടിട്ട് വേണ്ടേ എന്ന് പറയാൻ? ദൈവമക്കളെ, നിങ്ങൾ ആത്മാക്കളെ ചുമക്കുന്നവരാണോ? ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ ഇടിവിൽ നിന്ന് കരയുന്നവരാണോ? പ്രവർത്തിക്കാൻ ദൈവമില്ലേ? അന്യായബന്ധങ്ങളെ അഴിക്കാനല്ലേ ദൈവത്തിൻ്റെ ആഗ്രഹം? അതുകൊണ്ടല്ലേ അവൻ്റെ കരങ്ങൾ ഇന്നും പച്ചയായി നിൽക്കുന്നത്, ഇന്നും ആ മുറികൾ ഉണങ്ങാതെ നിൽക്കുന്നത്? പാപിയെ കഴുകാനല്ലേ? സ്തോത്രം. ഈ തലമുറയിൽ യേശുക്രിസ്തുവിലേക്ക് നോക്കി രക്ഷ പ്രാപിച്ച് നശിക്കുന്ന അനേക ആത്മാക്കൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ നിങ്ങൾക്കാർക്കെല്ലാം ആഗ്രഹമുണ്ട്. ആരെല്ലാം അതിന് തയ്യാറാകും? എന്നോട് ദൈവം കാണും. സ്തോത്രം. നാം വായിക്കുന്നത് എങ്ങനെയാണ്? പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുഖത്തെയും തകർക്കുക, ശത്രുവിൻ്റെ സകല നുഖത്തെയും തകർക്കുക. ശത്രുവിൻ്റെ സകല നുഖത്തെയും തകർക്കുവാനുള്ള അധികാരം ദൈവം തരും. എന്താണെന്നറിയാമോ അധികാരം? അത് പരിശുദ്ധാത്മാവിൻ്റെ അധികാരമാണ്. അത് പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. നിന്നിൽ ചവിട്ടി നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് ചെയ്തോളൂ. സ്തോത്രം. ശിംശോന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടന്നതെല്ലാം ശിംശോൻ ചെയ്തതല്ല, ദൈവം ചെയ്തതാണ്. ഒരു താടിയെല്ല് കൊണ്ട് 1000 ഫെലിസ്ത്യരെ കൊന്നവനാണ് ശിംശോൻ. ശിംശോൻ അല്ല പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ്. ക്രെഡിറ്റ് പരിശുദ്ധാത്മാവിനാണ്. ഞാനൊരു പാവയായി നിൽക്കാമോ? ഈ തലമുറയിൽ കഴുതയായിട്ട് നിൽക്കാമോ? കഴുതയെ ആർക്കും വേണ്ട കേട്ടോ. കഴുതയെ ഒന്നിനും കൊള്ളുകയില്ല. കഴുതയെ കാണാനും കൊള്ളില്ല, സൗന്ദര്യവും ഇല്ല, കേൾക്കാനും കൊള്ളില്ല, ബുദ്ധിയില്ല, ആകെ ചുമടി ചുമക്കാൻ അറിയാം. പ്രിയപ്പെട്ടവർ, കർത്താവിടുത്തെ ഏത് കഴുതയെന്നറിയാമോ? കെട്ടപ്പെട്ട കഴുതി. സ്തോത്രം. എനിക്കിതിലൂടൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ കർത്താവ് നിന്നെ എന്തെടുക്കും? നിന്റെ ബന്ധനങ്ങളെ അഴിച്ചിട്ട് നിന്റെ മേൽ കർത്താവ് വാഹനമേറും. ഉറപ്പാണ്. കെട്ടപ്പെട്ട കഴുത. ഏതാണ് കഴുക? പുറപ്പാട് പുസ്തകമൊക്കെ വായിച്ചാൽ നമുക്കറിയാം, കൃത്യമായിട്ടറിയാം. കഴുതയുടെ കടിഞ്ഞൂരിനെ ആട്ടിൻകുട്ടിയെ കൊണ്ട് വീടെടുത്തുകൊണ്ട് വേണം. കടിഞ്ഞൂരെല്ലാം ദൈവത്തിനുള്ളതാണ്.
എന്നാൽ കഴുതയുടെ കടിഞ്ഞൂലിന് ദൈവത്തിന് വേണ്ട, അത് ആട്ടിൻകുട്ടിയെ കൊണ്ട് വീടെടുത്തു കൊള്ളണം. കഴുതയുടെ കടിഞ്ഞൂലിന് പകരം ഒരാട്ടിൻകുട്ടിയുടെ കടിഞ്ഞൂലിനെ കൊടുത്തോണം. അതിന് കഴിവില്ലേ, ഇതിന് കാര്യം ചെയ്തു, അതിനെ കഴുത്തൊടിച്ച് കൊന്നേക്കണം. ആ കഴുത കഴുത്തടിച്ചു കൊല്ലാൻ വേണ്ടി കട്ടപ്പെട്ടിരുന്ന കഴുതയാണ്. അതിൻ്റെ ഭാവി തീർന്ന കഴുതയാണ് എന്ന് ഈ വചനം കേൾക്കുന്ന ദൈവവേദനയെ, നീ കട്ടപ്പെട്ട കഴുതയാണോ? സാത്താൻ എന്ന അമിക്കയറുകളോട് നിന്നെ ബന്ധിച്ചിരിക്കുകയാണോ? നീ ഇന്ന് പാപത്താൽ ബന്ധിതനാണോ? രക്ഷപ്പെടാൻ ആഗ്രഹിച്ചിട്ടും കഴിയുന്നില്ല എന്ന് ഇന്ന് നീ വേദനയോടെ ഓർത്തുകൊണ്ടിരിക്കുകയാണോ? എനിക്ക് പാപത്തിനുമേ ജയമില്ലല്ലോ, എൻ്റെ കുടുംബം തകരുന്നല്ലോ, എൻ്റെ ഭാര്യ തകർന്നു പോകുന്നല്ലോ, എൻ്റെ ഭർത്താവ് മദ്യപാനം വിടുന്നില്ലല്ലോ, എൻ്റെ കുഞ്ഞുങ്ങളുടെ അനുസരണക്കേട് മാറുന്നില്ലല്ലോ. നീ കേഴുന്നുണ്ടോ? ദൈവബദലേ നിന്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് വരട്ടെ. പരിശുദ്ധാത്മാവാൻ ദൈവം എല്ലാം പ്രവർത്തിച്ചോളും, എല്ലാം പ്രവർത്തിക്കും. വിട്ടുകൊടുക്കാൻ മനസ്സാണോ? സ്തോത്രം, സ്തോത്രം. ശിഷ്യന്മാർ 2 പേര് പത്രോസും യോഹന്നാനും ചെന്ന് കെട്ടപ്പെട്ടിരുന്നതായ കഴുതയുടെ കെട്ടഴിച്ചു. എൻ്റെ കെട്ടഴിക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് ഇതിനെ എന്തിനെ അഴിക്കുന്നു ചോദിച്ചാൽ, ഞങ്ങളുടെ ഗുരുവിന് ഇതിനെ കണ്ട ആവശ്യമുണ്ട് എന്ന് പറയുക. കെട്ടപ്പെട്ട കഴുതകളെ ഇന്ന് കർത്താവിന് ആവശ്യമുണ്ട്. പാപത്താൽ ബന്ധിക്കപ്പെട്ട കൊടുമ്പാവികളെ കർത്താവിന് ഇന്ന് ആവശ്യമുണ്ട്. സ്തോത്രം. എന്തുകൊണ്ടെന്നറിയാമോ? കർത്താവിൻ്റെ വരവാസനമായിരിക്കുന്നു. ഇനി കാലമേറെയില്ല. സ്തോത്രം. എന്താണ് അവൻ വരാൻ താമസിക്കുന്നത്? അപ്പോസ്തലനായ പത്രോസ് പറയും, ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവിൻ്റെ ഭാഗത്ത് വന്ന് വർദ്ധിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാനും അവൻ നിങ്ങളോട് മനസ്സലിവ് കാണിച്ചാണ് അവൻ വരാൻ വൈകുന്നത്. സഹോദര, ഇന്ന് കർത്താവ് വന്നാൽ നീ നഷ്ടപ്പെടുമോ? ദൈവം നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നിത്യനായ ദൈവം നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. വിട്ടുകൊടുക്കാമോ? ഒരു കഴുതയാകാൻ മനസ്സുണ്ടോ? ബന്ധനങ്ങളെ അവനഴിക്കും, ബന്ധനങ്ങളെ അവനഴിക്കും. എന്താണെന്നറിയാമോ? ആ കഴുതയുടെ മേൽ കർത്താവ് വാഹനമേറാൻ, യെരൂശലേം ദൈവാലയത്തിലേക്ക് ചെല്ലാൻ. അവിടെ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുണ്ട്. അവർ ഹോശന്ന പാടാൻ, അനേകരുടെ നാവിന്മേൽ സ്തുതി പകർന്നു കൊടുക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ദൈവത്തിൽ നിനക്ക് നിന്നെ തന്നെ വിട്ടുകൊടുക്കാൻ നിനക്ക് മനസ്സുണ്ടോ? ഈ വൈകികളെ വിട്ടുകൊടുക്കാമോ? അതാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിച്ചത്. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമിക്കേറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. സ്തോത്രം. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നത്, 2:16. ജനത്തെ കൂട്ടിവരുത്തുവീൻ, സഭയെ വിശുദ്ധീകരിപ്പീൻ, മൂപ്പന്മാരെ കൂട്ടിവരുത്തുവീൻ, പൈതങ്ങളെയും മുലോടിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുവീൻ. മണവാളൻ മണവറയും മണവാട്ടി ഉള്ളറയും വിട്ട് പുറത്തു വരട്ടെ. ദൈവവേദലേ, നീ മാനസാന്തരപ്പെടേണ്ട സമയം, തകർന്ന ഹൃദയത്തോടെ ദൈവത്തിലേക്ക് വരേണ്ട സമയം. അതാണ് യോവേൽ പ്രവാചകന്റെ കാലത്ത് നടന്നത്. എന്താണ് അവൻ വിളിച്ചു പറഞ്ഞത്? ജനത്തെ കൂട്ടിവരുത്തുവീൻ, സഭയെ വിശുദ്ധീകരിപ്പീൻ. ദൈവം നമ്മുടെ ഭവനങ്ങളിൽ തുടങ്ങാം, ഭവനത്തിലുള്ളവരെ വിശദീകരിക്കാം. വിശദീകരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്, തിരുരക്തം കൊണ്ടാണ്. ഒരുക്കമാണോ? സഭയെ വിശുദ്ധീകരിപ്പീൻ, മൂപ്പന്മാരെ കൂട്ടിവരുത്തുവീൻ, പൈതങ്ങളെയും മുല കുടിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുവീൻ. മണവാളൻ മണവറയും മണവാട്ടി ഉള്ളറയും വിട്ട് പുറത്ത് വരട്ടെ. വിശാലമായ അർത്ഥമുണ്ട്. കുഞ്ഞുങ്ങൾ പോലും ഉപവാസത്തോടും കരച്ചിലോടും കൂടെ നിനവയെ നശിപ്പിക്കുവാൻ യോന അവരോട് 40 ദിവസം നിനവയെ ഉന്മൂലമാകുമെന്ന് പറഞ്ഞപ്പോൾ, ദൈവത്തിന് വചനം പറഞ്ഞപ്പോൾ, നിനവയിലുള്ള 1,20,000 ചെല്ലുവാനും ജനങ്ങൾ, മനുഷ്യരും മൃഗങ്ങളും, രാജാവ് മുതൽ കൊട്ടാരം മുതൽ കൊടിൽ വരെയും സകലമാന പേരും ഉപവസിച്ചു, രട്ടുരുത്തു, നിലവിളിച്ചു. നമുക്കൊരു വാസം പ്രസിദ്ധമാക്കാം, ബന്ധനങ്ങളെ അഴിക്കാം, കുടുംബങ്ങളായി കൂടാം, ദൈവത്തോടെ ഏറ്റു പറയാം. ആർക്കെല്ലാം ആഗ്രഹമുണ്ട് അങ്ങനെ ഞാൻ ചെയ്യുമെങ്കിൽ? പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 37-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു,
മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 37 മുതലുള്ള വാക്യങ്ങൾ. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവുമാകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, എല്ലാവരെയും നീക്കിക്കളയുവോളം അവരറിഞ്ഞതുമില്ല. കർത്താവായ യേശു പറഞ്ഞു, കർത്താവിൻ രണ്ടാമത്തെ വരവ് നോഹയുടെ കാലം പോലെയാവും. നോഹ പെട്ടകം പണിതു, 120 വർഷക്കാലം നോഹ ഓടി നടന്നു പറഞ്ഞു, പെട്ടകത്തിൽ കയറിക്കോ, വാതിൽ തുറന്നിട്ടിരിക്കുന്നു, ആർക്കും കയറാം, ഒരു വ്യവസ്ഥയുമില്ല, ആർക്കും കയറാം. കയറിയില്ലെങ്കിൽ ജലപ്രളയത്തിൽ നിങ്ങൾ നശിക്കും. ഒരുത്തരും വിശ്വസിച്ചില്ല. അതേ കാലം പോലെയാകും കർത്താവിൻ രണ്ടാമത്തെ വരവ്. ഇന്ന് കേൾക്കുന്നത് നിങ്ങൾ ജൽപ്പനമായി കേൾക്കുകയാണോ? ഇത് തൊഴിലില്ലാത്ത ഒരു കൂട്ടരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞാണോ നിങ്ങൾ കേൾക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അന്നും അങ്ങനെ തന്നെ പറഞ്ഞു. നോഹ വിളിച്ചു പറഞ്ഞുകൊണ്ട് 120 വർഷക്കാലം ഈ ഭൂമിയിലൂടെ നടന്നു. ജനം എന്ത് ചെയ്തു? അവർ വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും തിന്നും കുടിച്ചും പോന്നു. ജലപ്രളയം വന്ന് ജനം നശിക്കുവോളം അവരറിഞ്ഞില്ല. കർത്താവ് രണ്ടാമത്തെ വരവ് വരുന്നവരെയും അറിയില്ല. മനസ്സിളകാതിരിക്കുകയാണോ? നമുക്ക് തിരുത്താം. ആ നാശം നമുക്ക് വരാതിരിക്കാൻ നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, എനിക്കും നീ എന്നിലൂടെ കണ്ട ആത്മാക്കൾക്കും നിൻ്റെ സന്നിധിയിലെത്തുവാൻ മനസ്സലിയണമേ. ഇപ്പോൾ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ശത്രുവിൻ്റെ സകല അവകാശത്തെയും ഞങ്ങൾ നയിക്കണമേ. ഞങ്ങൾ നിൻ്റെ സ്വന്തമാക്കി തീർക്കണമേ. കർത്താവേ, ഈ കഴുതകളുടെ മേലോടുന്ന വാഹനം കയറണമേ. രണ്ടാമത്തെ വരവിൽ പറന്നു ചേരുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. മാനവും മഹത്വത്തോടെ എടുക്കണമേ. രണ്ടാമത്തെ വരവിനായി എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.